എന്നെ സ്നേഹിക്കുവാനോ എന്നെ കരുതുവാനോ ആരുമില്ല. സ്വന്തം മാതാപിതാക്കൾക്ക് പോലും എനിക്ക് വേണ്ടി തരുവാൻ അവരുടെ കയ്യിൽ അല്പം സമയമില്ല. എന്നാൽ എൻ്റെ സ്നേഹിതനും എൻ്റെ എല്ലാം എൻ്റെ യേശു മാത്രമാണ്. ഇന്നെനിക്ക് ഒന്നുകൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചു. परमेश्वर पिता का धन्यवाद करता हूँ कि एक हफ्ता हो गया मैं गांव में 20 लोग के बीच में मैं प्रभु का वचन बांटता हूँ
और परमेश्वर पिता को धन्यवाद करता हूँ कि वो गांव में मेरा 12 बजे रात के मुझे सरपंच बन मारपीट के लिए निकाल दी। तो मैं परमेश्वर पिता का धन्यवाद करता हूँ कि आज मैं एक घर में मैं प्रार्थना करूँ, प्रभु ऐसा कोई जगह भेज प्रभु जहाँ जाप में मोर जीवन में शांति को महसूस कर ഞാൻ വളരെ നിരാശനാണ് ഇവിടെ കടന്നു വന്നത്. 10-20 ഇടയ്ക്ക് ഞാൻ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞൊരു ദിവസം ആ ഗ്രാമത്തിലുള്ള സെക്രട്ടറിയിലെ എന്നെ ഒത്തിരി വഴക്ക് പറയുകയും എന്നെ ആ ഗ്രാമത്തിൽ നിന്ന് എന്നെ പുറത്താക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഞാൻ കർത്താവോട് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്കൊരു സമാധാനം വേണം, എനിക്കൊരു ഉത്സാഹം വേണമെന്ന് പ്രാർത്ഥിച്ചു. എന്നെ അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്ന് ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്ന കർത്താവിൻ്റെ ദാസൻ വചനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി എൻ്റെ സൈഡ് കാറ് നിൽക്കുന്ന പോലെ, എൻ്റെ വളർത്തുമാതാരം നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. എനിക്ക് മനസ്സിലായി എൻ്റെ യേശുവാണ് എൻ്റെ കൂടെ ഉള്ളതെന്ന്. എൻ്റെ വാസ്തവത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം എനിക്ക് ഇവിടെ നിന്ന് അനുഭവിച്ചറിയാൻ സാധിച്ചു. मैं भी जीवित परमेश्वर पिता का धन्यवाद करती हूँ कि खुदावन ने मुझे यहाँ तक लाया और सुंदर गवाही देने का अवसर दिया। मैं यहाँ आना तो चाहती थी पर फिर भी किसी कारणवश मैं नहीं आ पा रही थी. फिर भी जो बहनें आई हैं പൈസ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വരുന്നില്ല തീരുമാനിച്ചു. എന്നാൽ വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ എനിക്കൊരു പ്രേരണ ഉണ്ടായി മീറ്റിങ്ങിനോട് കടന്നു വരാൻ വേണ്ടി. പിന്നെ ഞാനിങ്ങനെ തീരുമാനിച്ചു, ഞാൻ മീറ്റിങ്ങിന് പോകും, രാവിലത്തെ സെഷൻ അറ്റൻഡ് ചെയ്തിട്ട് ലഞ്ച് കഴിക്കത്തില്ല, ഞാനൊക്കെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ കടന്നു വന്നപ്പോൾ രജിസ്ട്രേഷൻ്റെ സമയത്ത് ഞാൻ ആ മാഡത്തിനോട് ചോദിച്ചു, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ ആ സഹോദരി പറഞ്ഞു ആ ചെയ്യാം. പിന്നെ എനിക്ക് ലഞ്ചിൻ്റെ കൂപ്പൺ തന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ലഞ്ച് വേണ്ട, എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന്. എന്നാലും എനിക്ക് ലഞ്ചിൻ്റെ കൂപ്പണും തന്നു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സെഷനിൽ വചനത്തിൻ്റെ സമയത്ത് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ കർത്താവിൻ്റെ ദാസന് വചനത്തിൽ സംസാരിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ആ വചനം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ വലിയൊരു ശക്തി, ദൈവിക ശക്തി എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ദൈവിക സാന്നിധ്യം എനിക്ക് അനുഭവിച്ചറിയുവാൻ സാധിച്ചു. ഇന്ന് കർത്താവിൻ്റെ ദാസൻ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആ ദൈവിക സാന്നിധ്യത്തിൽ നിറഞ്ഞു. എന്നെ ഉണ്ടായിരുന്ന സകല നിരാശകളും മാറി. ആ ദൈവം തന്റെ ശക്തിയാൽ എന്നെ നിറച്ചു. അതുപോലെ തന്നെ മറ്റു സെഷനിലും പല യൗവനക്കാരെ കുറിച്ച് പറഞ്ഞത്, യൗവനക്കാരെന്ന പല പല മോഹങ്ങളിൽ കൂടിയും ഓടിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ സമയങ്ങളെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഈ ലോകത്തിലെ യേശുവിന്റെ സാന്നിധ്യം വളരെ അത്ഭുതമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വാസ്തവത്തിൽ ദൈവിക ശക്തിയും ദൈവിക സാന്നിധ്യവും ഇന്നിവിടെ അനുഭവിച്ചറിയാൻ എനിക്ക് സാധിച്ചു.